ഹായ് ഫ്രണ്ട്സ്, നീണ്ട ഗ്യാപ്പിന് ശേഷം പിന്നെയും വന്നിരിക്കുക കേട്ടോ. എനിക്ക് പക്ഷേ ഫീവറൊക്കെ ആയിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ഇടാൻ പറ്റാഞ്ഞത്. അതൊരു 1-2 ആഴ്ചയായി നമ്മൾ വീഡിയോ ഇട്ടിട്ടില്ലേ. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് ലാസ്റ്റ് ഇട്ടത് വീട്ടിൻ്റെ ടോപ്പിൽ പോയിട്ടുള്ള വീഡിയോ ഇട്ടില്ലായിരുന്നോ. അപ്പോൾ അതിൻ്റെ വന്നപ്പോൾ ഞാൻ ചോദിച്ചു എന്നാൽ ചെടി ഉണ്ടെന്ന് എന്തായാലും പറഞ്ഞു. അപ്പോൾ പിന്നെ ചെടിയൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പുറത്തുള്ള അപ്പോൾ കണ്ട അത്ര ചെടി ഉണ്ട്, ഇത് തീർക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് പാർട്ട് 1 ആണ് കേട്ടോ. പാർട്ട് 2 ഞാൻ പിന്നെ ചെയ്യുന്നതായിരിക്കും. ഇത് നമ്മളെ പാർട്ട് 1 വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് ആണ് ഇത് കണിക്കൊന്നയാണെന്ന് വിചാരിക്കേണ്ട, കണിക്കുന്ന പോലെ കിടന്ന ഡ്രസ്സ് അടിപൊളി പോകണ്ട ഡ്രസ്സാണ് കാണാൻ. ചില സമയത്ത് 2-3 കുറേയൊക്കെ പിടിച്ചിരിക്കും. നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടി. പേരറിയുന്നവർ കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ അതിന് തൊട്ട് മണ്ടയിലായിട്ട് തന്നെ റെഡ് പൂവുണ്ട്. അന്ന് കാണിച്ചിട്ടില്ലായിരുന്നു. റെഡ് പൂണ്ടത് നല്ല അടിപൊളി ഒരു പൂവാണ്. അതിൻ്റെ പേരറിഞ്ഞൂടെ, പേരറിയുന്നതൊക്കെ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ അടുത്തെന്ന് പറയുന്നുണ്ട് ഈ ഒരു വെള്ളപ്പൂവാണ്. നല്ല രസമല്ലേ കാണാൻ. നമ്മൾ മുല്ലപ്പൂണൊക്കെ കിട്ടും, പക്ഷേ നല്ല സ്മെല്ലും കാര്യങ്ങളൊന്നുമില്ല. നല്ല രസമല്ലേ കാണാൻ. പേരറിയുന്നൊരു കമൻറ്റ് ചെയ്യാം കേട്ടോ. പേര് പറയാത്തവരൊക്കെ നിങ്ങൾക്ക് പേരറിയുമ്പോൾ കമൻറ്റ് ചെയ്യാം. പിന്നെ ഈ ഒരു മുള്ളുള്ള ചെടി, ഇത് മുള്ളില്ലാത്തതാണ്, മുള്ളുള്ളതും ഉണ്ട്. ഒരു റെഡ് പൂ. അടുത്തുണ്ട് തക്കാളി. ഒരു തക്കാളി മഞ്ഞ കളറിൽ പഴുത്തിരിക്കുകയാണ് കേട്ടോ. രസമുണ്ട്. ഒരു 8 ഈ ചെടിക്കകത്ത് കാണും. നമ്മൾ വേസ്റ്റ് മീൻസ് ചെടി വിളിക്കാൻ വേണ്ടി പച്ചക്കറി വേസ്റ്റൊക്കെ കൊണ്ടെടുത്തില്ല, അങ്ങനെ ഇട്ടിന് തക്കാളിയുടെ കുരു അങ്ങനെ ഉണ്ടായിരുന്നു, അങ്ങനെ പിടിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്തത് ഇവിടെ അതിൻ്റെ തൊട്ടിപ്പുറത്ത് റോസാപ്പൂ ഉണ്ട്. അത് കുറച്ചുകൂടി ഡാർക്കൊരു കളറാണ്, റാണി പിങ്ക് കളർസൊക്കെ. പിന്നെ ഒരു വൈറ്റ് വെള്ളപ്പൂവിൻ്റെ പേര് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് ഐ തിങ്ക് ചെമ്പകമാണെന്ന് തോന്നുന്നു. പിന്നെ ഒരു തുളയുള്ള പൂ കണ്ടോ, ഇല കണ്ടോ, അത് ഞാൻ വെച്ച് നമ്മളെ പുഴും കണ്ടോ, പക്ഷെ അതിൻ്റെ ഇത് അങ്ങനെയാണ് കേട്ടോ. ഇത് നമ്മുടെ ബട്ടർഫ്ലൈ പ്ലാൻ എന്നാണെന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ലൈറ്റ് പേർപ്പിൾ പൂവാണ്, നല്ല രസമാണ് കാണാൻ. പിന്നെ ഇത് സിറ്റ് ഔട്ട് ഇരിക്കുന്ന ഫ്ലവേഴ്സ് ആട്ടോ. പിന്നെ ഒരു ഓർക്കിഡ് ഉണ്ട്, ഇത് കളറാന്ന് പറഞ്ഞാൽ. പിന്നെ ഇത് ചൈനീസ് ഓറഞ്ച് എന്നൊക്കെയാണ് നമ്മൾ ഗൂഗിൾ നോക്കിയാൽ പറഞ്ഞത്, മുള്ളുള്ളത്. നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യാം എന്തുവാണത്. പിന്നെ നമുക്കിവിടെ പിങ്ക് ബൊഗൈൻവില്ല ഉണ്ട്, ഓറഞ്ച് ഓർക്കിഡ് ഉണ്ട്, ലൈറ്റ് പേർപ്പിൾ ഓർക്കിഡ് ഉണ്ട്, ചെറിയ കോളാമ്പി ഉണ്ട്, വലിയ കോളാമ്പി ഉണ്ട്, പിന്നെ വൈറ്റ് ബൊഗൈൻവില്ല ഉണ്ട്. ഇത് നമ്മൾ അത് ജമന്തിയാണ്. ഇത് നമ്മൾ കാക്കപ്പൂ എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ഓറഞ്ച് പൂ ഉണ്ട്, ഇത് മഞ്ഞ ജമന്തിയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ പേര് അറിഞ്ഞൂടാ, സൺഡേ മൺഡേ ട്യൂസ്ഡേ എന്നൊക്കെ എങ്ങാണ്ടാണ്. പിന്നെ നമുക്ക് ഇവിടുന്ന് സ്റ്റെപ്പിനോട്ട് ഇങ്ങോട്ട് കയറി വരുമ്പോഴത്തേക്ക് സിറ്റ് ഔട്ടിൽ അങ്ങ് മൂലയ്ക്ക് ആമ്പൽ ഇട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ ഒരു ബേസിനിൽ. അപ്പോൾ ഇത് നമുക്ക് താമരയാണെന്നും പറഞ്ഞാൽ ഒരു വീട്ടിൽ തന്നെയാണ്, അവർക്കും അറിഞ്ഞൂടായിരുന്നു, പക്ഷേ ഇത് ആമ്പലാറും. അപ്പോൾ ഇത് നമ്മുടെ പാർട്ട് 1 വീഡിയോ ആണ്. പാർട്ട് 2 ആയിട്ട് ഞാൻ അടുത്ത വീഡിയോ വരും. അപ്പം സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ. ഇത്രയേ ഉള്ളൂ കേട്ടോ.